നമ്മളെ കൂട്ടത്തിലൊക്കെ ഭയങ്കര ലേസി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? ഓൽക്ക് വേണ്ടിയിട്ട് ഞാനൊരു പോയിന്റ് പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്ന സമയത്തെ നമ്മളോട് തന്നെ ഒരു കാര്യം ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ വേണ്ടിയിട്ട് പഠിച്ചോനെ ഞാൻ ഇതുവരെ ശരിക്കും എന്താണ് ചെയ്തു വെച്ചതെന്നുള്ളത്. ഞാനിത് പറയാൻ കാരണം ഫിർഔൻ മൂസാ നബീനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറകെ തന്നെ പോകുന്നൊരു രംഗമുണ്ട്. അവസാനം മൂസാ നബീൻ്റെ വഴി അവസാനിച്ചു, ഒരു കടൽ തീരത്തെത്തി. ആ സമയത്ത് മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ പടച്ചോൻ്റെ മറുപടി വന്നു. ആ കയ്യിലുള്ള വടിയെടുത്തിട്ട് നിലത്തടിക്കുക മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി വടികൊണ്ട് കടലിൽ അടിച്ചു, കടൽ പിളർന്നു. മൂസാ നബിയും സൈന്യവും അതിലൂടെ രക്ഷപ്പെട്ടു. ഇത് ഖുർആനിലുള്ളൊരു ചരിത്രമാണ്. ശരിക്കും വടിയെടുത്തിട്ട് നിലത്തടിക്കാതെ തന്നെ കടൽ പിളർത്താൻ കഴിവുള്ള അള്ളാഹു എന്തിനായിരിക്കും ഇങ്ങനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവുക? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നുള്ള പടച്ചോൻ്റെ ഒരു മേഴ്സിഫുൾ മെസ്സേജാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് ഉണ്ട്, ഒട്ടകത്തെ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ആദ്യം ഒട്ടകത്തെ കെട്ടിയിടുക. ഈ കെട്ടിയിടുക എന്നുള്ളത് ആക്ഷനാണ്. എന്നിട്ട് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. ഇത് പ്യുവർ ലോജിക്കാണ്. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ടാവും, തവക്കുലാക്കുന്നുണ്ടാവും, പക്ഷേ ആക്ഷൻ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. എനിക്ക് നിങ്ങളോട് ഒറ്റ ഇക്വേഷനെ പറയാനുള്ളൂ, ആക്ഷൻ പ്ലസ് തവക്കുൽ ഈസ് ഈക്വൽ ടു സക്സസ്. ഈ ഒരു ഇക്വേഷൻ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഓർമ്മ ഉണ്ടായിരിക്കുക. അല്ലാത്ത കാലത്തോളം സക്സസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി പാടായിരിക്കും.